ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലൊരു ബൂസ്റ്റും നേന്ത്രപ്പഴവും കൊണ്ടുള്ളൊരു അടിപൊളി ചായക്കടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചായക്കടി ഉണ്ടാക്കുന്നത് ഒരു നേന്ത്രപ്പഴം, അതുപോലെ തന്നെ ഒരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റിൻ്റെ അത്രയുള്ള ബൂസ്റ്റ് എടുത്തിട്ടാണ്. ഈ ഒരു ബൂസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ബൂസ്റ്റാണ്. അതിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഒരു ബൂസ്റ്റ് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർത്തിട്ട് അടിച്ചെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ബൂസ്റ്റൊക്കെ ഞാൻ നല്ല രീതിക്ക് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഈ പരുവത്തിനാണ് നമുക്ക് കിട്ടണത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയുള്ള ഉണങ്ങിയിട്ടുള്ള പാത്രത്തിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെയും ബൂസ്റ്റിൻ്റെയൊക്കെ കൂട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴവും ബൂസ്റ്റൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കാണെങ്കിലും, അല്ലെങ്കിൽ 10 മണിക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിൽ സ്നാക്കൊക്കെ കൊടുത്തു വിടാറില്ലേ, അതുപോലെ ബോക്സിൻ്റെ അകത്ത് അടച്ചു കൊടുത്തു വിടാനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുമിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ല ഹാർഡായി പോയിട്ട് ഒരു സോഫ്റ്റ് ഇല്ലാണ്ടിരിക്കും. അതേപോലെ തന്നെ മൈദപ്പൊടി നമ്മൾ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ലൂസായി പോകും കേട്ടോ. ലൂസായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മുറുക്കിയെടുത്താൽ മതി. കാരണം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ചായക്കടി റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവൊക്കെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാൻ നല്ല സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം 2 കൈയിലും കുറച്ച് ഓയിൽ കൂടി ഒന്ന് ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലഡുവിൻ്റെയൊക്കെ അതേ ഒരു ഷേപ്പിലുണ്ടല്ലോ, നമുക്കിതിനെ ഉരുളകളായിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഉരുളകളായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സൈസുള്ള ഉരുളകളായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുമ്പിച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കയ്യിലുണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. എണ്ണ നല്ല ചൂടാക്കി വെച്ചതിന് ശേഷം തീരെ ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാണ് ഇത് റെഡിയാക്കുന്നതുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്കിൻ്റെ ഉൾഭാഗം വേകാതെ തന്നെ പച്ചയായിട്ടിരിക്കും കേട്ടോ. പുറം ഭാഗം മാത്രം നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് റെഡിയായി വരത്തില്ല, ഈ ഒരു ചായക്കടി റെഡിയായി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തീ നല്ലതുപോലെ കുറച്ച് തന്നെ വെച്ചിട്ട് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു ഭാഗമായതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന
ആ ഒരു നേന്ത്രപ്പഴവും ബൂസ്റ്റും കൊണ്ടുള്ള ഉരുളകളൊക്കെ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു ഭാഗം ഒന്നായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്ത ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് സൈസുള്ള ഇരുമ്പ് ചട്ടിയോ അതേപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ചായക്കടയിലൊക്കെ നമ്മൾ ഗുണ്ടൊക്കെ പൊരിക്കുന്ന സമയത്ത് വരുന്ന ഒരു മണമുണ്ടല്ലോ, അതേപോലെ നമ്മളെ വീടൊക്കെ നല്ല മണത്തിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാവുകൂട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒരു സ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് നേന്ത്രപ്പഴം കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ബോണ്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം. അതുപോലെ ലൈക്കും കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അടിപൊളിയായിട്ടുള്ള ഈസി സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കുക, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ടാറ്റാ.